ഞെട്ടി വരച്ച് നിൽക്കുകയാണെന്ന്. ഏയ് അങ്ങനെയൊന്നുമില്ല. മതി മതി, ഒരു പോപ്പർ പൊട്ടുന്നുണ്ടിട്ടേ നിങ്ങൾ ഇത്രയും ഞെട്ടി വരയ്ക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതന്നെ അപ്രതീക്ഷിതമായി സംഭവിച്ചപ്പോ. സാധാരണ ഈ ഓഫീസിലെ എല്ലാ സെലിബ്രേഷനും നിങ്ങളല്ലേ രണ്ടുപേരുടെ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞങ്ങള് നിങ്ങൾക്കൊരു സർപ്രൈസ് തന്നു. ഓ അങ്ങനെ. അതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി. അല്ല ഇനി ഇതുപോലെ വല്ല സർപ്രൈസും ഉണ്ടാവും. വൈകുന്നേരത്തെ ന്യൂ ഇയർ പാർട്ടി ഓർമ്മയില്ലേ സാറ് പറഞ്ഞത്? ബാക്കി അവിടെ. ഇപ്പൊ രണ്ടുപേരും കൃത്യമായിട്ട് ന്യൂ ഇയർ പാർട്ടിക്ക് വന്നോണം. ന്യൂ ഇയർ നമുക്ക് അടിച്ചു പൊളിക്കണം, വേണ്ടേ? വേണോ? വേണമെങ്കിൽ നമുക്കും വേണം. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരുമിച്ചിരിക്കാം. ഇപ്പൊ തൽക്കാലം സീറ്റുകളിലോട്ട് പോക്കോ. വാ സാഗർ വാ. എന്താണ് വല്ലാത്തൊരു നോട്ടം? എന്താ നോക്കാൻ പാടില്ലേ? നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിലൊന്ന് വെക്കായിരുന്നാ മതി. നമ്മള് മനസ്സിൽ വെച്ചത് നിനക്കെന്താ? ഒന്ന് നിർത്ത്. ഒരു പുതുവർഷമായിട്ട് ഇങ്ങനെ തുടങ്ങാണ് അടിപിടി. താരം ഞങ്ങളായിട്ട് ആരുടെ പ്രശ്നത്തിന് വരുന്നില്ല. വേറെ ആരും ഞങ്ങളടുത്ത് പ്രശ്നത്തിന് വരാതിരുന്നാലും മതി. ഞാനും അങ്ങോട്ട് ഒരു പ്രശ്നത്തിന് വന്നില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നാ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. മതി മതി, എല്ലാരും അവനവന്റെ ക്യാബിനിക്ക് പോ. പെട്ടെന്ന് ജോലി തീർത്തിട്ട് വൈകിട്ടുള്ള പാർട്ടിക്ക് പോകാനുള്ളതാ. വൈകുന്നേരം നമുക്ക് പാർട്ടി അടിച്ച് വിളിക്കണ്ടേ? പിന്നല്ല. വാ. ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ല. വരുന്നില്ല എന്ന് പറഞ്ഞാ എന്തിനാണ് അകത്തോട്ട് വന്നിട്ട്? അവന്റെ വായിലേക്ക് മൊത്തം കേൾക്കാനാ? എടാ നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ പോകാൻ നന്നായിട്ട് അറിയാലോ. പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, അത് ശരിയാണ്. അതിന് നീ ഇങ്ങനെ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന വല്ല ആവശ്യമുണ്ടോ? ഡിപ്രഷൻ അടിക്കാതെ പിന്നെ എനിക്ക് മടുത്തു. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ ആലോചിക്കണത് റിസൈൻ ചെയ്താലോ എന്നാണ്. എടാ നീ ചുമ്മാ വെറുതെ വായ തോന്നി വിളിച്ചു പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഇവിടെ നടക്കുന്നത് നീ കാണുന്നില്ലേ? എടാ ഇവിടെ നടക്കുന്നൊക്കെ കാണുന്നുമുണ്ട്, ഞാൻ സഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു എടുത്ത് ചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തണ്ടാണ്. നീ ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? എടാ നമുക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. നീയേ സമാധാനപരമായിട്ട് ഇരിക്കും, എന്നിട്ടൊന്ന് ആലോചിക്കും. ബാക്കി വരുന്നിടത്ത് കാണാടാ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി, നീ അത്തേക്ക് വന്നേ. അളിയാ ജോലി ചെയ്താലേ ശമ്പളം കിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോഴാണല്ലോ ഇന്നല്ലേ ശമ്പളം കിട്ടുന്ന ദിവസം. അളിയാ ശമ്പളം കിട്ടിയിട്ടാണ് നമുക്ക് ന്യൂ ഇയർ ട്രിപ്പ് പ്ലാൻ ചെയ്യേ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റിക്കോണം. വന്നേ. നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടി പോയോ? ആരോട്? അല്ല മനുവിന്റെ അടുത്തും രാകേഷിനോടും. നമ്മൾ പറഞ്ഞ ഒട്ടും കൂടിയിട്ടില്ല. നമ്മൾ ഡീസൻ്റ് ആയിട്ടല്ല അവരോട് സംസാരിച്ചത്. എന്റെ സംശയം എന്താന്ന് വെച്ചാലേ, നമ്മുടെ രഹസ്യം അവർക്ക് അറിയാം. ഐ മീൻ മായയുടെ സാഗറിന്റെ രഹസ്യം. അല്ല അത് ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് പുറത്തൊന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ കൂടെ നമ്മുടെ ചൊറിച്ചിലും കൂടി ആവുമ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? അവരെന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, താരം അതാലോചിച്ച് പറയടാവുന്നതിനാ. അല്ല നമ്മുടെ സംസാരം കാരണം മായയ്ക്കും സാഗറിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവർക്ക് ഒരു പ്രശ്നം വരില്ല, വെറുതെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. വേറെ വർക്ക് നടക്കട്ടെ ഇപ്പോൾ. സർ. മാഡം. സർ, ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു മെയിൽ വന്നിരുന്നു. ഇന്നലെ നമ്മൾ പിച്ച് ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അത് സർ അയക്കുന്നോ അതോ? എടോ അത് താൻ പിച്ച് ചെയ്ത പ്രൊജക്റ്റ് അല്ലേ, അത് താൻ തന്നെ അയച്ചാൽ മതി. ഓക്കെ ഓക്കെ സാർ. താൻ പോവാണോ? അല്ല സാറ് വർക്ക് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യണം വിചാരിച്ചു. ഞാൻ അത്ര തിരക്കിലൊന്നും അല്ലടോ, താൻ ഇരിക്കും. പിന്നെ പറയടോ, എന്തൊക്കെയാണ് പുതുവർഷമായിട്ടുള്ള പുതിയ പരിപാടികൾ? ഈ ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ സാർ. അതൊന്നും നടന്നില്ലെങ്കിൽ അടുത്ത വർഷം അതേ പ്രതീക്ഷകളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഈ വർഷം അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. എടോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലടോ. എടോ തന്നെ പോലെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ വ്യക്തമായിട്ടുള്ള ഒരു കരിയർ പ്ലാനോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ തനിക്ക് എത്താൻ സാധിക്കുള്ളൂ. അല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ താൻ ഈ പൊസിഷനിൽ എത്തിയില്ലേ, പറയാൻ പറ്റില്ല. അടുത്ത വർഷം താൻ എളുപ്പം എൻ്റെ ബോസായിരിക്കും. സാറ് വെറുതെ എന്നെ ഇങ്ങനെ. എടോ വെറുതെ പറഞ്ഞല്ല, അങ്ങനെ ആകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, സാറിനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ കേൾക്കാൻ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. സാർ ആഗ്രഹിച്ച പോലെ അടുത്ത വർഷം ഞാൻ വലിയ നിലയിലെത്തട്ടെ. എത്തണം,
അതിനൊരു തുടക്കമാകട്ടെ ഈ പുതുവർഷം. ഷുവർ സർ. പിന്നെ മനുവും രാകേഷും ഇന്ന് പാർട്ടിക്ക് വരികയാണെങ്കിലേ അവരെ കൂടുതലും ചൊറിയാൻ നിൽക്കേണ്ടതെന്ന് ജോണിനോടൊന്ന് പറഞ്ഞേരെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർ. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആവണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞതായാലും നന്നായി കേട്ടോ. പിന്നെ തനിക്ക് ഇന്ന് പാർട്ടി നടക്കുന്നതിലും മൂഡ് ഓഫ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഞാൻ പ്ലാൻ ചെയ്ത പാർട്ടിയില്ല സർ, പിന്നെ എനിക്കെന്ത് മൂഡ് ഓഫ് ഉണ്ടാവുക? അല്ല, താനിവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആഗ്രഹിച്ച എല്ലാ ആൾക്കാരും പങ്കെടുക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും? എല്ലാവരും ഉണ്ടല്ലോ സർ. മനു രാകേഷും വരെ ഉണ്ട്, പിന്നെന്താ? അല്ല, മനുവും രാകേഷും ആവുമ്പോൾ എല്ലാവരും ആവുന്നില്ലല്ലോ. സർ, സത്യം പറഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാഗർ, ഞാൻ ഈ ഓഫീസിൽ ഇല്ലായിരുന്നേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ മായയുടെ കാര്യം ഉദ്ദേശിച്ചത്. അല്ല സർ, അതിന് സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എടോ, താൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്കറിയാം തനിക്കും മായയ്ക്കും വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണെന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ അന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതൊന്നും ഈ ഓഫീസിനെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. പിന്നെ താനാണെങ്കിലും മായയാണെങ്കിലും ഓഫീസിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഓഫീസിന് പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. അതിനകത്ത് ഇടപെടാനൊന്നും ആർക്കും അവകാശമില്ല. അല്ല സർ, അതിന് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലല്ലോ. എടോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലായി സർ. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ആ, ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ. ഒരു കാര്യം ചെയ്യാം, മായ കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി വേറൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. അതുപോലെ? ഓക്കെ സർ. എന്നാൽ പിന്നെ സർ ഞാനങ്ങോട്ട്. ഓക്കെ ഓക്കെ, പൊക്കോ പൊക്കോ. താനിങ്ങനെ എൻ്റെ മുമ്പിൽ ചമ്മിയിരിക്കുന്നതാണേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സർ, എന്നാടോ? താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ സർ.